നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇപ്പോൾ ഇൻറ്റ്യൂഷണലി ചില കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ട്. ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഈ വ്യക്തിയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻറ്റ്യൂഷണലി നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ. യെസ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രെങ്ത്, ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സ്ട്രെങ്ത് ഇപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് തവണ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് എന്താണ് റിയൂണിയന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിലെല്ലാം നിങ്ങൾ പരാജയപ്പെട്ട് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ വ്യക്തിയോട് വളരെ വളരെ അഗാധമായിട്ടുള്ള ഇഷ്ടമാണ്, പ്രണയമാണ് എന്ന് കാണുന്നു. പക്ഷെ നിങ്ങൾക്ക് ഉള്ള അത്രയും സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അതിൽ പരാജയപ്പെടുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നില്ല. ഈ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളിൽ ഇഷ്ടം, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്നേഹം നൽകുന്നില്ല എന്നെല്ലാം ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. യെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു അടിസ്ഥാനം പോലും മാറിപ്പോയി എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിക്ക് വേണ്ടി, ഈ റിലേഷൻഷിപ്പിന് വേണ്ടി. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉപേക്ഷിച്ച് പോലും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ അത്രയും ആ ഒരു ഡീപ്പായിട്ടുള്ള ലവ് എനർജി നിങ്ങളുടെ പേഴ്സൺ ഇല്ലാത്തതായിട്ട് കാണുന്നു. ഓക്കെ. യെസ്, അവർ ഇപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഫ്യൂച്ചറിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ. മേ ബി അതിനുള്ളൊരു പോസിബിലിറ്റിയും ആകാം. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങൾ പരാജിതരാണ് എങ്കിൽ പോലും ഇൻ ഫ്യൂച്ചർ അതിലൊരു ചേഞ്ച് ആണ് നിങ്ങൾ നോക്കി കാണുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. യെസ്, സഫറിങ് ഇൻ സൈലൻസ്. നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നു ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. നിങ്ങൾ സൈലന്റ് ആയിട്ട് ആരോരും അറിയാതെ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിരാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ഉറ്റുനോക്കുകയാണ്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഹാപ്പിനെസ് സിറ്റുവേഷൻ എന്നാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയുമായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്നു, ഒരുപാട് സഫർ ചെയ്യുന്നു. മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത അത്രയും എന്താണ് സങ്കടം നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വ്യക്തിയോട് മാത്രം പറയാൻ കഴിയുന്ന കുറെ സങ്കടങ്ങളായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഈ വ്യക്തി നിൽക്കുന്നില്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്രമാത്രം നിങ്ങൾ എന്താണ് എല്ലാ കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. സൈലന്റ് ആയിട്ട് എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസിൽ നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ കരയുന്നുണ്ട്. അത്രമാത്രം നിങ്ങളുടെ ആ ഒരു പെയിൻ ഇവിടെ കാണുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ എനർജി ഇപ്പോൾ വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. മേ ബി ഇതിനിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു വ്യക്തിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷണലി ആ ഒരു ഡൗട്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം അത്തരമൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ന്. പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇത്. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും പല തീരുമാനങ്ങളും എടുക്കാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് സമയം നിങ്ങൾ എടുക്കുക. ഈ വ്യക്തിയുടെ ആ ശരിക്കുമുള്ള ആ ഒരു സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ഈ സെപ്പറേഷൻ തുടരുക.
ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ഓക്കെ. യെസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഫേം ഫൗണ്ടേഷൻ ആവശ്യമായിട്ടുള്ളൊരു സമയമാണ്. അതായത് അതിന് ഒരു സ്ഥിരതയില്ല, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് അവയർനെസ് ഉണ്ടാവുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ ഫോളോ ചെയ്യാമെന്നുള്ള മെസ്സേജാണ് വീണ്ടും വീണ്ടും ലഭിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് വരും. യെസ്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോയ്സസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് അവസരങ്ങളായിരിക്കാം. ഒരുപാട് ലൈഫിൽ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിപൂർവമായിട്ട് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ. നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് തകർച്ച ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക. ലൈഫിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക. ഓക്കെ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇമോഷണലി ഈ വ്യക്തിയോട് ഒരുപാട് അറ്റാച്ച്ഡ് ആണെന്ന് കാണുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ വിത്ഡ്രോവലാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ. എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട്. ഓക്കെ. കാരണം അത്രമാത്രം ഒരു പെയിൻ ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത് ഒരുപാട് നിരാശയും വേദനയും സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമോഷണൽ വിത്ഡ്രോവലാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ. ലൈഫിൽ വളരെ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് ചൂസ് ചെയ്യുക. ഇനി ഈ ഒരു വ്യക്തി ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ വ്യക്തിക്ക് കുറച്ച് ടൈം കൊടുക്കുക. നിങ്ങൾ അങ്ങോട്ട് ഈ വ്യക്തിയെ ചേസ് ചെയ്യാതിരിക്കുക. ഓക്കെ. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അല്ലാത്ത കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണ്ട. ജൂലൈ മന്ത് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം. ടാറ്റു ആർട്ട് ചെയ്തിട്ടുണ്ടാവാം. 222 ഈ ഒരു അവസരത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്പർ കാണുന്നുണ്ടാവാം റിപ്പീറ്റഡ് ആയിട്ട്. ഫെബ്രുവരി മന്ത് 23, letter S, letter C, social worker, letter H, August month, ഷോർട്ട് ടെമ്പേർഡ്. നിങ്ങളിൽ ആരോ ഒരാൾ വേഗം ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള വ്യക്തികളായിരിക്കാം. പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടാവാം. ഐസ്, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ കണ്ണുകൾക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ്.